ഈ കല്ലറ അടഞ്ഞുകിടക്കുകയല്ല. ഈ കല്ലറ തുറക്കപ്പെട്ട കല്ലറയാണ്. നമ്മുടെ നിരാശയുടെ, വേദനയുടെ അനുഭവങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് യേശു രഹസ്യങ്ങൾ ധ്യാനിച്ചാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ ആവശ്യമാകുന്ന ശക്തി നമുക്ക് ലഭിക്കുമെന്നതിൽ, സത്യത്തെ കൊല്ലാൻ ശ്രമിച്ചാൽ അതിൽ പങ്കാളികളാകുന്ന ആർക്കും സമാധാനം ലഭിക്കുകയില്ല. ചുറ്റുപാടുമുള്ളവർ മരിച്ചു വീഴുന്നു, പക്ഷേ നാം ആരും മരണത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. ദുഃഖശനിയാഴ്ച എന്ന് പേരിട്ട് വിളിക്കുന്ന ദിവസമാണ് ഇന്ന്. യഥാർത്ഥത്തിൽ ഇത് ദുഃഖശനിയല്ല, മറിച്ച് വലിയ ശനിയാണ് എന്ന് നാം തിരിച്ചറിയുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ വഴി മരണം ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. വേറൊരുവൻ വഴി പുനരുത്ഥാനവും യാഥാർത്ഥ്യമായി എന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതുന്നുണ്ട്. ആദാം വഴി മരണം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. രണ്ടാം ആദാമായ യേശുക്രിസ്തു വഴി മരണം മാഞ്ഞുപോയി. യേശു മരണത്തെ കൊന്നു, മരണമില്ലായ്മയെ നൽകി പുനരുദ്ധാനത്തിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. മരണത്തിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ മരണം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ മരണം വലിയ വിശ്രമമാണ് എന്ന്. യേശുക്രിസ്തു തൻ്റെ പിതാവിൻ്റെ തൃക്കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചു. യഥാർത്ഥത്തിൽ മരണം അതാണ്. തുടർന്ന് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ ഈശോയെ നാം കാണുന്നു. അവസാനമായി പരേതരോടൊപ്പം ഖബറിൽ ഈശോയെ നാം കാണുന്നു. അപ്പോൾ ഈ പരേതരോടൊപ്പം വിശ്രമിക്കുന്നു, അമ്മയുടെ മടിത്തട്ടിൽ വിശ്രമിക്കുന്നു, പിതാവിൻ്റെ തൃക്കരങ്ങളിൽ അവിടുന്ന് വിശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ മരണത്തെ സംബന്ധിച്ച് നാം ഉൾക്കൊള്ളേണ്ട ഉൾക്കാഴ്ചയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് മരണത്തെ വെല്ലുവിളിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ മരണത്തെ വെല്ലുവിളിക്കാൻ തയ്യാറായത്. മരണം ഇനി നമ്മെ ഭയപ്പെടുത്തുന്ന ഒന്നല്ല. മരണമേ, നിന്റെ ദംശനം എവിടെ എന്ന് ചോദിക്കാൻ. അപ്പോൾ മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ദിവ്യമായൊരു അനുഭവമായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു ഖബറിൽ കഴിഞ്ഞ ഒരു ദിവസം, മണിക്കൂറുകൾ കൂട്ടുമ്പോൾ 3 ദിവസം ഉണ്ടാവില്ല, പക്ഷേ മൂന്ന് ദിവസം, വെള്ളി, ശനി, ഞായർ എന്നുള്ള നിലയിൽ 3 ദിവസമായിട്ടാണ് ഈ ദിവസങ്ങൾ കണക്ക് കൂട്ടുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യേശു ഖബറടക്കപ്പെട്ട ദിവസം, ആ രാത്രി യേശുവിൻ്റെ മരണത്തിന് സാക്ഷികളായി നിന്നവർ
ആ മരണത്തിൽ പങ്കാളികളായവർ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോട് അലിഞ്ഞു ചേർന്നവർ എവിടെയായിരുന്നു? എങ്ങനെയാണ് അവർ ആ ദിവസം ചിലവഴിച്ചത്? തീർച്ചയായും പരിശുദ്ധ അമ്മ ധ്യാനത്തിലായിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്, പരിശുദ്ധ അമ്മ ചൊല്ലിയ ജപമാല ഈ രാത്രിയിലും ഈ ശനിയാഴ്ചയുമായിട്ടാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം പരിശുദ്ധ അമ്മ ആദ്യ അവസാനം ധ്യാന വിഷയമാക്കി. അപ്പോൾ അമ്മയാണ് ഈ ജപമാല രഹസ്യങ്ങൾ ആദ്യമായി ധ്യാനിച്ചത് എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയുണ്ടായി. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആ മുഹൂർത്തം മുതൽ യേശുവിനെ കബറടക്കിയ ആ സംഭവം വരെ യേശുവിനോടൊപ്പം യാത്ര ചെയ്തവളാണ് പരിശുദ്ധ അമ്മ. യേശുവിൻ്റെ എല്ലാ അനുഭവങ്ങളിലും പൂർണ്ണമായും ഭാഗവാക്കായവളാണ് പരിശുദ്ധ അമ്മ. ഇപ്പോൾ പരിശുദ്ധ അമ്മ വേദനയോടെയാണ്, നൊമ്പരത്തോടെയാണ്, അതേസമയം വിശ്വാസത്തോടെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഈ സംഭവങ്ങളെ ധ്യാനിച്ചു രഹസ്യങ്ങളായി അമ്മ തിരിച്ചറിഞ്ഞു. മഹാരഹസ്യങ്ങളായി. ആ ധ്യാനം അമ്മയ്ക്ക് തീർച്ചയായും ആശ്വാസം പകർന്നിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ദിവസം അതുകൊണ്ട് തന്നെ നാം യേശുക്രിസ്തുവിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കണം. യേശുക്രിസ്തുവിൻ്റെ ജീവിതം ആകമാനം, യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് മുതൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങളുടെ പൂർത്തീകരണം നിർവഹിക്കപ്പെട്ട ആ കബറിടം വരെ നാം യേശുക്രിസ്തുവിനോടൊപ്പം ആത്മന സഞ്ചരിച്ച് ധ്യാനനിമഗ്നരാകാനുള്ള ഒരവസരമാണ് ഈ അവസരം എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ അതോടൊപ്പം യേശുവിനെ തള്ളിപ്പറഞ്ഞ ശിഷ്യന്മാരുണ്ട്, യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത ശിഷ്യനുണ്ട്, ചിതറിപ്പോയ ശിഷ്യന്മാരുണ്ട്. അവരെ പറ്റിയുള്ള വ്യഗ്രത അമ്മയ്ക്കുണ്ടായിരുന്നു. യോഹന്നാൻ തീർച്ചയായും കൂടെ ഉണ്ടായിരുന്നു. യോഹന്നാനെ അയച്ച് ഇങ്ങനെ ചിതറിപ്പോയ ശിഷ്യരെ കൂട്ടിക്കൊണ്ടുവരാനുള്ള പരിശ്രമവും പരിശുദ്ധ അമ്മ ആ ദിവസം തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റു ശിഷ്യന്മാരൊക്കെ എന്താണ്? മറ്റു ശിഷ്യന്മാരൊക്കെ അവർ ചിതറിയോടി. അവർ വലിയ നഷ്ടബോധത്തിലായിരുന്നു. 3.5 വർഷം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു വല്ലാത്ത വേദനയിൽ, അസ്വസ്ഥതയിൽ, ഒരുപക്ഷെ നിരാശയോളം എത്തിയ അനുഭവത്തിൽ നിന്നും പരിശുദ്ധ അമ്മ അവരെ തിരിച്ചു പിടിച്ചു. നമ്മുടെ നിരാശയുടെ, വേദനയുടെ അനുഭവങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് യേശു രഹസ്യങ്ങൾ ധ്യാനിച്ചാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ ആവശ്യമാകുന്ന ശക്തി നമുക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. എന്നാൽ പ്രധാനാചാര്യനും ഫരിസേയ പ്രമുഖരും യേശുക്രിസ്തുവിനെ ഇതുപോലെ ക്രൂശിക്കുന്നതിന് നേതൃത്വം നൽകിയ അവർക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. അവർ ഭയത്തിലായിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ വിജയിച്ചു എന്ന് വിചാരിച്ചതാണ്. എന്നാൽ മരണമുഹൂർത്തം, ഈ പ്രകൃതിയിൽ പോലും ഉണ്ടായ മാറ്റം, ശതാധിപന്റെ പ്രഖ്യാപനം എല്ലാം അവരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. യേശുവിനെ വധിച്ചു, പക്ഷേ അത് അവർക്ക് സമാധാനമാണ് നൽകിയത്. അവർക്ക് നൽകിയത് അസ്വസ്ഥതയാണ്. യഥാർത്ഥത്തിൽ
സത്യത്തെ കൊല്ലാൻ ശ്രമിച്ചാൽ അതിൽ പങ്കാളികളാകുന്ന ആർക്കും സമാധാനം ലഭിക്കുകയില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് നന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നന്മയെ കീഴടക്കിയാൽ താൽക്കാലികമായൊരു സന്തോഷം ഉണ്ടാവാം, പക്ഷേ അത് നീണ്ടു നിൽക്കുകയില്ല. സത്യത്തെ മൂടിവെക്കാൻ സാധിക്കില്ല. അടച്ചു വച്ചിരിക്കുന്ന കല്ലറകളെല്ലാം തുറക്കപ്പെടും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മരണം ധ്യാന വിഷയമാക്കാനുള്ള ഒരവസരമാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗം മൗനത്തിലാണ്. സ്വർഗം മൗനത്തിലാണ്. ഈ മഹാരഹസ്യത്തിന് മുമ്പിൽ സ്വർഗം മൗനം അവലംബിക്കുമ്പോൾ മനുഷ്യൻ ഈ മൗനത്തിൻ്റെ ആഴങ്ങൾ തേടി സ്വർഗീയ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ പരിശ്രമിക്കേണ്ട അവസരമാണ്. മരണത്തെപ്പറ്റിയുള്ള ഉൾക്കാഴ്ചകൾ ഉൾക്കൊള്ളാനുള്ള ആ ഒരു സന്ദർഭമാണ്. നമുക്കറിയാം, നമുക്ക് സാധാരണ മരണമെന്ന ഒരു സാധാരണ സംഭവം, എല്ലാവരും മരിക്കുന്നു, ചുറ്റുപാടുമുള്ളവർ മരിച്ചു വീഴുന്നു. പക്ഷേ നാം ആരും മരണത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല, മരണാനന്തര ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. ആണ്ടുവട്ടത്തിൽ ഒരിക്കലെങ്കിലും ഈ വലിയ ശനിയാഴ്ച നമ്മളുടെ മരണത്തെപ്പറ്റി നാം ചിന്തിക്കണം, ആ രഹസ്യത്തെപ്പറ്റി ചിന്തിക്കണം, അത് നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളാൻ നാം പരിശ്രമിക്കണം. മരണാനന്തര ജീവിതമെന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഉൾക്കൊള്ളാൻ നാം തീർച്ചയായും ശ്രമിക്കണം. മരണമില്ലായ്മയിലേക്ക് നമ്മെ നയിക്കുന്ന 3 കാര്യങ്ങളെപ്പറ്റി ഈശോ തന്നെ പറയുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്താൻ നാം പരിശ്രമിക്കണം. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും മരണവും അവിടുത്തെ പുനരുദ്ധാനവും അവിടുത്തെ രക്ഷണീയ കർമ്മങ്ങളും പൂർണ്ണമായി വിശ്വസിക്കാനും ആ ശതാധിപനോടൊപ്പം അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കാനും തോമാശ്ലീഹായോടൊപ്പം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് നിരന്തരം ഓരോ ശ്വാസത്തിലും ഏറ്റുപറയാനും നമുക്ക് സാധിക്കണം. നിത്യജീവൻ നമുക്ക് ഉറപ്പ് നൽകുന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണത്. അതോടൊപ്പം വചനം സ്വീകരിക്കുകയും വചനം നിറവേറ്റുകയും ചെയ്യുന്നവൻ, വചനം ജീവിക്കുന്നവന് നിത്യായുസ്സുണ്ട് എന്ന് യേശുക്രിസ്തു ഉറപ്പായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂന്നാമതായി, വിശുദ്ധ കുർബാന, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഈ രഹസ്യങ്ങൾ നാം മനസ്സിലാക്കണം. എങ്കിൽ നിത്യതയെപ്പറ്റിയുള്ള ഉൾക്കാഴ്ചകൾ ഉൾക്കൊള്ളാനും അനിത്യതയിലേക്ക് ശാന്തമായി നടന്നു നീങ്ങാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. നമുക്ക് ഓർമ്മിക്കാം, ഈ കല്ലറ അടഞ്ഞുകിടക്കുകയല്ല. ഈ കല്ലറ തുറക്കപ്പെട്ട കല്ലറയാണ്. അതാണ് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നത്. യേശു ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ, യേശു ക്രിസ്തുവിനോടൊപ്പം സഹിക്കാൻ, യേശു ക്രിസ്തുവിനോടൊപ്പം മരിക്കാൻ നാം തയ്യാറായാൽ നിത്യജീവിതത്തിലേക്കാണ് നാം പുനരുദ്ധാനം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന്, ധൈര്യപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ രഹസ്യങ്ങളുടെ പ്രഘോഷകരായി തീരാൻ, ഈ രഹസ്യങ്ങൾക്ക് സാക്ഷികളായി തീരാൻ, ഈ രഹസ്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രയാണം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.